നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഥുനൻ രാശിക്കാരെ, ഓഗസ്റ്റ് 9 മുതൽ 16 വരെയുള്ള ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ നടക്കാതെ കാത്തിരുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ആഴ്ച അതിൽ ഒരു മാറ്റം കാണാൻ സാധ്യത കാണുന്നു. ജോലി, പണം, കുടുംബം, ബന്ധങ്ങൾ, പുതിയ അവസരങ്ങൾ എന്നിങ്ങനെ പല കാര്യങ്ങളിലും ഒരേ സമയം ചില നീക്കങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ കിട്ടുന്ന ചില അവസരങ്ങൾ വളരെ ചെറുതാണെന്ന് തോന്നിയാലും പിന്നീട് അതിന് വലിയ പ്രാധാന്യം ഉണ്ടാകാം. അതുകൊണ്ട് ഒരു കാര്യവും പെട്ടെന്ന് തള്ളിക്കളയരുത്. ആദ്യം ജോലി ചെയ്യുന്ന മിഥുനം രാശിക്കാരുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ജോലിയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ചില സമ്മർദ്ദങ്ങൾ കുറയാൻ തുടങ്ങുന്നതാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന് മേലുദ്യോഗസ്ഥരിൽ നിന്ന് അഭിനന്ദനമോ അംഗീകാരമോ ഈ വാരം ലഭിക്കാം. ചിലർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. ആദ്യം അത് ഒരു അധിക ജോലിയായി തോന്നിയാലും പിന്നീട് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ കിട്ടുന്ന അവസരമായി അത് മാറുന്നതാണ്. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. നേരത്തെ അയച്ച അപേക്ഷകളിൽ നിന്ന് നിങ്ങൾക്ക് വിളി വരാൻ സാധ്യത കാണുന്നു. പരിചയമുള്ള ഒരാൾ വഴി പുതിയൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കാം. പ്രത്യേകിച്ച് ആഴ്ചയുടെ 2ാം പകുതിയിലാണ് കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്നത്. അതുകൊണ്ട് അവസരം വരില്ലെന്ന് കരുതി ശ്രമം നിർത്തരുത്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ആളുകളുമായി ബന്ധപ്പെടുന്നത് ഗുണം ചെയ്യും. നേരത്തെ പരിചയമില്ലാത്ത ഒരാളുമായി നടക്കുന്ന ഒരു സംഭാഷണം പിന്നീട് ഒരു നല്ല ബിസിനസ് അവസരത്തിലേക്ക് എത്തിച്ചേരാം. പുതിയ ഇടപാട് നടത്താൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രം മുന്നോട്ട് പോകുക. വാക്കിൻ്റെ പേരിൽ മാത്രം വലിയ തീരുമാനങ്ങൾ എടുക്കരുത്. ഇനി പണത്തിൻ്റെ കാര്യം. മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തികമായി കുറച്ച് ആശ്വാസം ലഭിക്കാൻ സാധ്യത കാണുന്നു. കിട്ടാനുള്ള പണം വൈകിയിരുന്നെങ്കിൽ അത് ഒരു നീക്കം ഉണ്ടാകാം. ചിലർക്ക് പഴയ കുടിശ്ശിക തിരികെ ലഭിക്കാം. മറ്റു ചിലർക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ചെറിയ സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യത കാണുന്നു. പണം കയ്യിൽ വന്ന ഉടൻ വലിയ ചെലവുകളിലേക്ക് പോകാതിരിക്കുക. ഈ ആഴ്ച ആവശ്യവും അനാവശ്യവും തിരിച്ചറിഞ്ഞ് ചെലവാക്കേണ്ടതാണ്. മറ്റൊരാളുടെ വാക്ക് കേട്ട് പണം മുടക്കുകയോ കടം കൊടുക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് വളരെ നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. വലിയ സാമ്പത്തിക തീരുമാനം എടുക്കേണ്ടി വന്നാൽ എല്ലാം പരിശോധിച്ച് മാത്രം തീരുമാനമെടുക്കുക. വീട്ടിലെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കുടുംബത്തിൽ സന്തോഷം നൽകുന്ന ചില വാർത്തകൾ കേൾക്കാം. വീട്ടിൽ ഒരാളുടെ ജോലി, പഠനം, വിവാഹം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ട നല്ല വാർത്ത ഈ വാരം ലഭിക്കാം. കുറച്ചു കാലമായി സംസാരിക്കാതെ നിന്നിരുന്ന ഒരാളുമായി വീണ്ടും സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാനും ഈ വാരം സാധ്യത കാണുന്നു. വീട്ടിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് തോന്നിയാലും അത് മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ചെറിയൊരു വാക്കുപോലും വലിയൊരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് ആഴ്ചയുടെ തുടക്കത്തിൽ. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹിതരായ മിഥുനം രാശിക്കാർക്ക് പങ്കാളിയുമായി കൂടുതൽ സമയം സംസാരിക്കാനും ചില പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവസരം ലഭിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ചെറിയ തെറ്റിദ്ധാരണകൾ മാറാൻ ഈ ആഴ്ച നല്ലതാണ്. നിങ്ങൾക്ക് പറയാനുള്ളത് തുറന്നു പറയുകയോ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരു നല്ല ആലോചന വരാൻ സാധ്യത കാണുന്നു. ഇതിനകം ഒരു ബന്ധത്തിലുള്ളവർക്ക് ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവമായി ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം. ചിലരുടെ കാര്യത്തിൽ കുടുംബത്തിൻ്റെ സമ്മതം ലഭിക്കുന്നതിനുള്ള ചർച്ചയും ഈ ആഴ്ച നടത്താം. പ്രണയത്തിലുള്ളവ മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച
നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ചെറിയൊരു തെറ്റിദ്ധാരണ കാരണം അകന്നു നിന്നിരുന്നെങ്കിൽ വീണ്ടും സംസാരിക്കാൻ അവസരം ഈ വാരം കിട്ടാം. അമിതമായി സംശയിക്കുന്നതും ഓരോ കാര്യത്തിലും മറുപടി അന്വേഷിക്കുന്നതും ഈ വാരം ഒഴിവാക്കേണ്ടതാണ്. ബന്ധത്തിൽ വിശ്വാസം നിലനിർത്തുകയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാം. പഠനത്തിൽ ശ്രദ്ധ കുറയുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച അത് മാറ്റിയെടുക്കാൻ കഴിയും. പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാൻ സാധിക്കും. നേരത്തെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും നോക്കിയാൽ നല്ല രീതിയിൽ ഓർത്തെടുക്കാനും ഈ വാരം സാധിക്കും. പഠിക്കേണ്ട സമയത്ത് പഠനത്തിന് മാത്രം പ്രാധാന്യം നൽകേണ്ടതാണ്. ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും ക്ഷീണം അവഗണിക്കരുത്. ഉറക്കം കുറയുന്നത്, ജോലിയുടെ ടെൻഷൻ, തുടർച്ചയായ യാത്ര എന്നിവ ചിലർക്ക് അസ്വസ്ഥത ഉണ്ടായേക്കാം. സമയത്തിന് ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിന് വിശ്രമിക്കുകയും ചെയ്യുക. ചെറിയ അസ്വസ്ഥതകൾ തുടർന്നാൽ ആവശ്യമായ വിദഗ്ധ ഉപദേശം തേടുന്നത് ഈ വാരം നല്ലതാണ്. ഓഗസ്റ്റ് 9, 10 തീയതികളിൽ കാര്യങ്ങൾ കുറച്ച് പതുക്കെയായിരിക്കും മുന്നോട്ടു പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ച മറുപടി വൈകിയേക്കാം. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ടെൻഷൻ വേണ്ട. ഓഗസ്റ്റ് 11 മുതൽ 13 വരെ കാര്യങ്ങളിൽ നല്ല മാറ്റം വരാൻ തുടങ്ങും. ജോലി സംബന്ധമായ വാർത്തകൾ, സാമ്പത്തിക കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഫോൺ കോളുകൾ, പുതിയ ബന്ധങ്ങൾ എന്നിവയിൽ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ്. ഓഗസ്റ്റ് 14 മുതൽ 16 വരെയുള്ള ദിവസങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് മുന്നിൽ ഒരു പുതിയ തീരുമാനം വരാം. അത് ജോലി സംബന്ധമാകാം, പണം സംബന്ധമാകാം, അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ടതാകാം. തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എല്ലാ വശങ്ങളും പരിശോധിക്കുക. മിഥുനൻ രാശിക്കാരെ, ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യത്തിൽ നീക്കം ഉണ്ടാകുന്നു എന്നതാണ്. അത് ഉടൻ തന്നെ വലിയ ഫലമായി മാറണമെന്നില്ല. കാര്യങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പതുക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്. കിട്ടുന്ന അവസരങ്ങളെ ശ്രദ്ധിക്കുക. ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെടുകയോ പുതിയ നിർദ്ദേശം നൽകുകയോ ചെയ്താൽ ഉടൻ നിരസിക്കാതെ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെയാണ് നല്ല അവസരം വരുന്നത്. ഈ ആഴ്ച നിങ്ങൾക്ക് ഭാഗ്യം കൂടുതൽ പിന്തുണയ്ക്കുന്ന ദിവസം ബുധനാഴ്ചയാണ്. പച്ച നിറം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. 5 എന്ന സംഖ്യയും ഈ ആഴ്ച നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു ഭാഗ്യസൂചനയാണ്. മിഥുനം രാശിക്കാരെ, ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ചെറിയൊരു കാത്തിരിപ്പ് ഉണ്ടാകാം. പക്ഷേ മധ്യത്തോടെ കാര്യങ്ങൾ മാറിത്തുടങ്ങും. പണം സംബന്ധിച്ച കാര്യങ്ങളിൽ ആശ്വാസം ലഭിക്കാം. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വരാം. കുടുംബത്തിൽ നല്ല വാർത്തകൾ കേൾക്കാം. ബന്ധങ്ങളിൽ പഴയ പ്രശ്നങ്ങൾ മാറ്റിവെച്ച് മുന്നോട്ടു പോകാം. അതുകൊണ്ട് ഈ ആഴ്ചയെക്കുറിച്ച് പേടിക്കേണ്ടതില്ല. കുറച്ച് ക്ഷമയും കൃത്യമായ തീരുമാനങ്ങളും എടുത്താൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ സാധിക്കും. മിഥുനം രാശിക്കാരിൽ ഈ ആഴ്ച ആർക്കാണ് ഏറ്റവും വലിയ മാറ്റം വരാൻ പോകുന്നത്, ഏത് മേഖലയിലാണ് ആദ്യം നല്ല വാർത്ത എത്തുന്നത് എന്നത് നിങ്ങളുടെ ജനന നക്ഷത്രം അനുസരിച്ചും വ്യത്യാസപ്പെടാം. നിങ്ങളുടെ നക്ഷത്രം കമൻറ്റിൽ എഴുതൂ. ഈ ഫലം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മിഥുനം രാശിക്കാരായ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. എല്ലാവർക്കും നല്ല ആഴ്ച ആശംസിച്ചുകൊണ്ട് അടുത്ത രാശിഫലവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.